ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠഭാഗമായ പലഹാര കൊതിയന്മാർ എന്ന പാഠഭാഗമാണ്. പലഹാര കൊതിയന്മാർ. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോയിക്കൂടെ? ഇതാ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലേ, ഏതാണ് നമ്മുടെ പാഠഭാഗം എന്താണ് എന്നതിനെ കുറിച്ച്. ഉറുമ്പുകളൊക്കെ കഥാപാത്രമായി വരുന്ന ഒരു അടിപൊളി പാഠഭാഗമാണ്. നമുക്കൊന്ന് ഈ കഥ വായിച്ച് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക്. പലഹാര കൊതിയന്മാർ. ചില പലഹാര കൊതിയരുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മടിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. അല്ലേ, ഒരു ദിവസം ചോണൻ എവിടെയോ പോവാണ്. അപ്പം മണിയൻ അത് കണ്ടു. എന്നിട്ട് ചോദിക്കുകയാണേ, എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. ഇവൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ നമ്മുടെ മണിയന് സംശയം, ഇവൻ എവിടത്തേക്കാണ് ഇങ്ങനെ പോകുന്നത്? അപ്പം മണിയൻ പിറകെ ചെന്നു. പൊന്നാനച്ചന്ത വരെ പോണെൻ്റെ മണിയാ, വഴി മാറ്, തീരെ നേരില്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി. അപ്പോൾ ചോണനോട് നമ്മുടെ മണിയും പോയി ചോദിച്ചു, എവിടത്തേക്കാ നീ പോന്നത്? അപ്പോൾ ദാ നമ്മുടെ ചോണൻ പറയാണ്, പൊന്നാനിച്ചന്ത വരെ പോണെൻ്റെ മണിയാ, വഴിമാറ്, തീരെ നേരില്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ മണിയന് ഒരു പരവേശായി അല്ലേ. എന്താന്നിപ്പാ പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷം അല്ലേ? പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയന് തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം? അപ്പം അപ്പാണ്യത്തിൻ്റെ കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ? മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്ക് തന്നെ കേൾക്കുന്നത്. അവൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് പോലും കേൾക്കുന്നത്, അപ്പാണ്യം അല്ലേ. അപ്പം നോക്കാം നമുക്ക് ഇനി എന്ത് സംഭവിച്ചു എന്ന്. അപ്പാണ്യോ എന്താണത്? മണിയൻ്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ ഇവൻ്റെ ഒരു കാര്യം. അപ്പാണ്യം എന്താണെന്നറിയാത്ത ഉറുമ്പുകളുണ്ടോ? എൻ്റെ മണിയാ, നിന്റെ കാര്യം കഷ്ടം തന്നെ അല്ലേ. അപ്പാണ്യം എന്താണെന്ന് അറിയില്ലേ എനിക്ക്? ഈ മണിയൻ്റെ ചോദ്യം കേട്ടിട്ട് നമ്മുടെ ചോണന് ദേഷ്യമാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോണൻ പറഞ്ഞു കൊടുക്കുകയാണ് മണിയന്. അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം. പൊന്നാനിച്ചന്തയിലാണ് മണിയാ അപ്പത്തിൻ്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പ കച്ചവടാണ്, മനസ്സിലായോ? ഓ, അപ്പത്തിൻ്റെ ചന്തയോ? മണിയൻ കണ്ണു മിഴിച്ചു നിന്നുപോയി. അപ്പത്തിനും ചന്തയുണ്ടോ? അത് കേട്ടിട്ട് നമ്മുടെ മണിയനങ്ങ് കണ്ണു മിഴിച്ചു നിന്നുപോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിൽ ഉണ്ടാവുക? കോഴിക്കോട്ടെ വലിയങ്ങാടിയിൽ ധാരാളം അപ്പങ്ങൾ കിട്ടും. ഇവിടെയൊന്നും കിട്ടാത്ത എന്തപ്പാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക അല്ലേ? എന്തപ്പാണ് പൊന്നാനി ചന്തയിൽ കിട്ടുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചോന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചോന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6ാം നമ്പർ മൈസൂർ പാക്ക്, കല്ലുമക്കായ പൊരിച്ചത്, ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ. മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, വട, പക്കവട, ഉണ്ടബോണ്ട, സുഖിയൻ, ചിക്കൻ റോൾ, മുട്ട പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കാരോലപ്പം, കായപ്പം, ഈത്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ. ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ? ഇത്ര പോരെ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തേക്ക് പോണോ? അപ്പം ദാ നമ്മൾ ചോണൻ അന്നേരം ചിന്തിക്കുകയാണേ, ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടനുറമ്പുകൾ? ഇക്കാലത്തും ഇങ്ങനെയുള്ള മണ്ടനുറുമ്പുകളുണ്ടോ? ഇത്രയും പലഹാരം തിന്നാൻ വെറുതെ ഇത്രയും ദൂരം പോണോ? അങ്ങനെയാണ് ആര് ചിന്തിക്കുന്നത്? നമ്മുടെ മണിയൻ ചിന്തിക്കുന്നത്. ഇനി നോക്കിയേ, മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി? നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ? എന്നിട്ട് ചോണന് ദേഷ്യം വന്നിട്ട് ചോണൻ മണിയനോട് ചോദിക്കുകയാണ്, എൻ്റെ മണിയാ, നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് കേട്ടിട്ടുണ്ടോന്ന്? മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോ മണിയാ? മണിയൻ കേട്ടുവാ. അവനെന്ത് മുട്ട സുർക്ക വന്നിനി അല്ലേ? അപ്പം അവൻ ചോദിക്കുകയാണേ, മുട്ട സുർക്കയോ എന്താണത്?
മുട്ട സുർക്കയോ അതെന്നാ സാധനം അല്ലേ മക്കളെ? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതായി നമ്മുടെ മണിയൻ ചോദിക്കുകയാണ്, മുട്ട സുർക്കയോ എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോ? ഇല്ല ചോണ. എന്താണത്? മുട്ട സുർക്കിയോനെ അറിയില്ല, മുട്ടമാലയോനെ അറിയില്ല. അപ്പം ഇതാ നമ്മുടെ ചോണനോട് മണിയൻ ചോദിക്കുകയാണ്, ഇല്ല ചോണ, ഞാനിതൊന്നും തിന്നിട്ടില്ല. എന്താണത്? ഇതെല്ലാം എന്തെന്നാ സാധനം? അപ്പം നമ്മുടെ ചോണൻ പറഞ്ഞു കൊടുക്കാണ്, ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, അതിൻ്റെ ഉള്ളത്തെ മഞ്ഞക്കരു അല്ലേ, ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു, അത് മാത്രമെടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാര പാവിലൊഴിച്ച് അലിയിച്ചങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയാ ഈ മുട്ടമാല അല്ലേ? മുട്ടമാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ചോണം പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു, അത് മാത്രം എടുത്തിട്ട് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാര പാവിലൊഴിച്ച് അലിയിച്ചങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയാ ഈ മുട്ടമാല. അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം, ഇത്രയും പറയുമ്പോഴത്തേക്കന്നെ എന്താ അവസ്ഥ? അവരിക്കന്നെ അങ്ങ് വെറി വന്നു, കൊതി വന്നു. ഇനി നോക്കേ, നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലെയുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം മുട്ടയുടെ വെള്ളക്കരു അവർ എന്ത് ചെയ്യും? അത് വെറുതെ കളയുമോ? മണിയന് സംശയമായി. മുട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് മഞ്ഞക്കരു മാത്രല്ലല്ലോ, വെള്ളക്കരു ഇല്ലേ, അതവരെന്ത് ചെയ്യും? വെറുതെ കളയോ? മണിയന് സംശയമായി. ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ട സുർക്ക. ആ മുട്ടയുടെ വെള്ള പതപ്പിച്ച് അതിൽ മധുരമൊക്കെ ഇട്ടിട്ട് കേക്ക് പോലെ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ട സുർക്ക. ഇത്രയും കേട്ടപ്പം നമ്മുടെ മണിയൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ഇതാ കേട്ടോ, നിൽക്കടാ ചോണ, എന്നാൽ ഞാനും വരാം. കൊതിപൂത്ത മണിയൻ ചോണന്റെ പിന്നാലെ ഓടി അല്ലേ? കൊതിമൂത്ത മണിയൻ എന്ത് ചെയ്തു? ചോണന്റെ പിന്നാലെ ഓടടാ ഓട്ടം. പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. മുട്ടമാലയെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ മണിയന്റെ വായിൽ വെള്ളം വന്നു. അതിങ്ങനെ നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. അത്രയും വെള്ളം വന്നു, അതായത് അത്രയും കൊതി വന്നു. ആർക്ക്? നമ്മുടെ മണിയന്. അപ്പോൾ പൊന്നാനി ചന്തയിലെ അപ്പാണ്യത്തെക്കുറിച്ച് അറിയാത്ത മണിയൻ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചോണന് പുറകെ ഓടടാ ഓട്ടം. എന്തിനാ? അപ്പത്തരങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം ഇതാണ് പലഹാരക്കൊതിയന്മാർ എന്ന നമ്മുടെ പാഠഭാഗം. ഈ ഭാഗത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്ന് കഥ കൃത്യമായി മനസ്സിലായില്ലേ? അപ്പം കഥയൊക്കെ നന്നായി പഠിച്ചു വെക്കുക. അതിലെ പ്രവർത്തനങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്തു തുടങ്ങാം. ഓക്കെ എൻ്റെ മക്കളെ, റെഡിയല്ലേ? അപ്പം കഥ ഇഷ്ടമായാൽ, അതുപോലെ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.